ഹല്ലേലൂയ. 30 വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പോയി സ്വയം ജീവൻ ഒടുക്കി. എന്നിട്ട് അവന്റെ മൃതശരീരം മറവ് ചെയ്തു. നാട്ടുകാർക്കറിയാം യൂദാസിനെ മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എന്നിട്ട് നാട്ടുകാര് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പിന്നീട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ഈ യൂദാസിന്റെ കബറിടത്തെങ്കിൽ വന്നു നിന്ന് കണ്ണുനീർ ഒഴിക്കുമായിരുന്നു. യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശിന് സ്വയം ജീവനൊടുക്കി. അവന്റെ മൃതദേഹം നാട്ടുകാർ മറവ് ചെയ്തു. എവിടെ മറവ് ചെയ്തിരിക്കുന്ന നാട്ടുകാർക്കറിയാം. നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും രാവിലെ ഒരു മനുഷ്യൻ യൂദാസിന്റെ കബറിടത്തെങ്കിൽ വന്ന് കണ്ണുനീർ പൊഴിച്ച് കരയുമായിരുന്നു. 40 നാളുകൾ കഴിഞ്ഞപ്പോൾ അവനെ ആരും കണ്ടിട്ടില്ല. അവന്റെ പേരാണ് ഈശോ. 40 നാൾ കഴിഞ്ഞ് അവൻ എടുക്കപ്പെട്ടു. 40 നാൾ കഴിഞ്ഞിട്ട് നാട്ടുകാർ കണ്ടിട്ടില്ല. കഥയാട്ടോ, കഥയാണ്. പക്ഷെ കഥയിലൊരു ചിന്ത കിടപ്പുണ്ട്. യൂദാസിനെ പോലും അല്ലെങ്കിൽ തന്നെ അവസാന നിമിഷം സ്നേഹിത എന്നല്ല വിളിച്ചത്. പ്രിയമുള്ളവര്, അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരും നല്ലവരാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. കരപിടിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിലും ഒരു യൂദാസ് ഉണ്ട്. യൂദാസ് എന്ന് പറയുന്നത് ഒരു ജനറൽ നൗൺ ആയിട്ട് എടുക്കാം. നമുക്ക് ഒരു പൊതുവായ പേര് യൂദാസ്. ഞാനും ഒരു യൂദാസ് ആണ്, നിങ്ങളും ഓരോ യൂദാസുമാരാണ്. എന്താ പറഞ്ഞേ? ഞാനും ഒരു യൂദാസ് ആണ്, നിങ്ങളും ഓരോ യൂദാസുമാരാണ്. ഇതിൽ ഏത് യൂദാസ് ആണെന്നാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അത് ഏത് യൂദാസ് ആയിരിക്കും? 2 യൂദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒന്ന് വാഴ്ത്തപ്പെട്ടവൻ, 2 സുഹൃത്തിനെ ഒറ്റിക്കൊടുത്തവൻ. ഈ 2 യൂദാസിന് ഏതെങ്കിലും ഒരു യൂദാസ് നമ്മളിൽ ഉണ്ടാകണം. അത് ഏത് യൂദാസാ വേണ്ടത്? ഏതാ വേണ്ടത്? അല്ല, നിർബന്ധമല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ പറഞ്ഞോ. ഏത് യൂദാസാ വേണ്ടേ? എല്ലാവർക്കും ഇത് മതിയോ? മതി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാണ്. കരങ്ങളടിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഞാനും വാഴ്ത്തപ്പെട്ടതാണ്, നീയും വാഴ്ത്തപ്പെട്ടതാണ്. പറയാനൊരു വിഷമം പോലെ ഉറക്കേം കൂടെ പറയാൻ പറ്റി. ഞാനും വാഴ്ത്തപ്പെട്ടവനാണ്, നീയും വാഴ്ത്തപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ശക്തിയുടെ കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വാഴ്ത്തപ്പെട്ട മനുഷ്യരാ, എല്ലാവരും നല്ല മനുഷ്യരാ. പക്ഷെ എവിടെയൊക്കെയോ സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ നന്മയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നമ്മൾ മോശമായിട്ട് ചിലപ്പോഴെങ്കിലും മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നിരുന്നാൽ പോലും ദൈവം നമ്മളെ കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ സന്ദേശം. എവിടെയെങ്കിലും നമുക്കൊന്ന് ഇടറിപ്പോയാലും വാഴ്ത്തപ്പെട്ടവരിൽ നിന്ന് ഒരു പടി നമ്മൾ താഴേക്ക് വീണു പോയാലും നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കാതെ തിരിച്ചു വീണ്ടും നമ്മളെ വാഴ്ത്തപ്പെട്ട കിടത്തിലേക്ക് എടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് 36ാമത്തെ പോട്ടാ ദേശീയ ബൈബിൾ കൺവെൻഷൻ നമ്മോട് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് ആ കൺവെൻഷന്റെ തീം ഒന്ന് എടുത്തു വായിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയ പ്രധാന പുരോഹിതനായ യേശു ക്രിസ്തു ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. തുറന്ന് വായിച്ചേ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ആ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിവില്ലാത്തൊരു പ്രധാന പുരോഹിതനല്ല. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഒരിക്കലും പാപം ചെയ്യപ്പെട്ടില്ലെങ്കിലും നമ്മെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ചിന്തിച്ച് ഒരു ക്യാൻസർ രോഗി, ക്യാൻസർ വരാത്ത ഒരാളുടെ അടുത്ത് വന്ന് അതിന്റെ വിഷമം പറഞ്ഞാൽ അയാൾക്ക് ഇത് മനസ്സിലാകും.
ആരുമില്ല. ഒരു ക്യാൻസർ രോഗി മറ്റൊരു ക്യാൻസർ രോഗിയുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോ, എടോ എനിക്കറിയാം, ധൈര്യമായിട്ടിരിക്കുക, കാരണം ഞാനും കടന്നുപോയത് ആ വേദനയിലൂടെ, അല്ലെ? പരീക്ഷിക്കപ്പെട്ട വ്യക്തി പരീക്ഷിക്കപ്പെട്ട മറ്റൊരാളുടെ അടുത്ത് വന്ന് പറയുമ്പോ ആൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ കർത്താവ് അവൻ പാപം ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെല്ലാം അവന് പെട്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് അതിനാൽ വേണ്ട സമയത്ത്, ഇതാണ് നമ്മുടെ തീം കിടക്കുന്ന കൺവെൻഷന്റെ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മൾ വാഴ്ത്തപ്പെട്ടവരിൽ നിന്ന് താഴേക്ക് പോകുന്നതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല, നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യത്തോടെ കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും നിങ്ങൾ മോശമായിട്ട് കരുതരുത് കേട്ടോ, ആരെയും മോശമായിട്ട് കരുതരുത്. നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് കരുതുമ്പോ കർത്താവ് അയാളെ തോളിലേക്ക് നടക്കുകയാണെങ്കിലോ പോയില്ലേ, അല്ലേ? ആണോ അല്ലയോ? നമ്മൾ ഒരാളെ കുറിച്ച് ഇവൻ കൊള്ളില്ല, ഇവിടെ നേരെയല്ല, രക്ഷപ്പെടില്ല, മോശമാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോ ഈ മുറിവേറ്റ കുഞ്ഞാടിനെ കർത്താവ് തോളിലേക്കുവാണെങ്കിലോ പോയില്ലേ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് അവൻ കരുണ കാണിക്കുന്ന ദൈവമാണെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ വായിച്ചത് എങ്ങനെയാ? തക്ക സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു എല്ലാവരോടും കരുണ കാണിക്കാനും എല്ലാവരുടെ മേലും കൃപ വർഷിച്ച് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ 36ാമത്തെ കൺവെൻഷന്റെ പ്രത്യാശയുടെ വചനമാണ്. കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുപറ്റി പോയെന്നും പറഞ്ഞ്, എവിടെയെങ്കിലും ഇടറിപ്പോയെന്നും പറഞ്ഞ്, വീണുപോയെന്നും പറഞ്ഞ്, യൂദാസിനെ പോലെ വാഴ്ത്തപ്പെട്ടവന്റെ കിടത്തിന്ന് ഒറ്റുകാരന്റെ കിടത്തിലേക്ക് തഴയപ്പെട്ടു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സമയമില്ല. നമ്മൾ എത്ര പാപികളാണെങ്കിലും, നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും, അവൻ നീതിമാന്മാരെയല്ല പാപികളെ തേടി വന്നവനാണ്. നമുക്കൊരു രക്ഷയുണ്ട്. കരമടിച്ചു ദൈവത്തിന് നന്ദി പറയാ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ശക്തിയോടെ കൈകളടിച്ച് സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഏതുമാകട്ടെ, എത്ര സങ്കടം ഉണ്ടാകട്ടെ, എവിടെയൊക്കെ പരാജയപ്പെട്ടു പോകട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയത്തിന്റെ കഥ പറയാത്തവർ ആരാ ഇവിടെ ഉള്ളത്? ചില സമയത്തൊക്കെ ചിലത് പറയണ്ടായിരുന്നു, ചിലത് ചെയ്യണ്ടായിരുന്നു, ചില രീതിയിൽ ജീവിക്കണ്ടായിരുന്നു, പറ്റി